പ്രതി ഷരീഫുൽ ഇസ്ലാം ഉണ്ടല്ലോ, വിരലടയാളം അദ്ദേഹത്തിൻ്റെതല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല മറ്റ് നിർണായകമായിട്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള ഏലിയാമ്മ, മലയാളിയായിട്ടുള്ള ഏലിയാമ്മ, ഇവരാണ് ഈ പ്രതിയെ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ നിർണായക വിവരങ്ങൾ വരുന്നുണ്ട്. 19 വിരലടയാളങ്ങൾ സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ 19 പരിശോധിച്ചപ്പോൾ ഈ പ്രതിയുടേതല്ല, ഒരു വിരലടയാളം പോലും ഈ പ്രതിയുടേതല്ല. മറ്റാരും ആ വീടിനകത്ത് കയറിയതായി CCTV ദൃശ്യങ്ങളുമില്ല. ഒരു CCTV ദൃശ്യം പുറത്തു വന്നു. ആ ദൃശ്യം ഇപ്പോൾ പിടിച്ച മുഹമ്മദ് ഷെരീഫ് ഇസ്ലാമിൻ്റേതല്ല. അത് അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വ്യാജ തിരിച്ചറിയൽ കാർഡിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെതല്ല ആ വിരലടയാളങ്ങളും, അദ്ദേഹമല്ല CCTVയിൽ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വീടിനുള്ളിൽ മറ്റാരും കയറിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ സെയ്ഫ് സ്വയം കുത്തിയതാണോ, സെയ്ഫിനെ കരീന കുത്തിയതാണോ? നമ്മളിത് നിരന്തരം ചർച്ച ചെയ്ത്, നിങ്ങൾക്ക് വേറെ വാർത്തകളില്ലേ, നിങ്ങൾ എന്തിനാ ഇത് നിരന്തരം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള തട്ടിപ്പ് എന്താണ്? ഇൻഷുറൻസ് തട്ടിപ്പാണ്. ഇപ്പോൾ 23 കോടി പിന്നെ മാസ വരുമാനമുള്ള ഒരാൾക്ക് 25 ലക്ഷം കിട്ടിയാൽ 25 ലക്ഷം എന്തിനാ കിട്ടുന്നത്? 25 ലക്ഷം കിട്ടിയാൽ പൊളിക്കുവോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇൻഷുറൻസ് തട്ടിപ്പാണോ, അതോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം? പ്രത്യേകിച്ച് BJP സർക്കാരാണ് ഭരിക്കുന്നത്, മഹാരാഷ്ട്രയിലും BJP ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ഫ് അലി ഖാൻ്റെ സ്വത്തുവകകൾ കേന്ദ്ര സർക്കാർ കണ്ടെടുക്കുമ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള എന്തെങ്കിലും നാടകമാണോ സെയ്ഫ് അലി ഖാൻ നടത്തിയത്? കാരണം കരീന കപൂർ ആ വീട്ടിലുണ്ടായിരുന്നിട്ട് മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കരീന കപൂർ സ്വന്തം ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലും നടത്തിയിട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവർ അകത്ത് കയറി വന്ന്, ബാന്ദ്രയിലെ ഉള്ള ഒരു ഓട്ടോ ഡ്രൈവർ അകത്ത് കയറി വന്നാണ് സെയ്ഫ് അലി ഖാൻ ഇറങ്ങി വന്ന് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന്, എന്നെ 3 മണിക്കകത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിടുന്ന നിർണായകമായ വിവരം. മാത്രമല്ല ഇതിനുശേഷം ഇദ്ദേഹത്തെ പോയി കാണുകയും ഒക്കെ ചെയ്തു. ഈ പ്രതിയെ ഏറ്റവും ആദ്യം കണ്ടത് ഈ മലയാളി വേലക്കാരിയായിട്ടുള്ള ഏലിയാമ്മയാണ്. ഏലിയാമ്മ ഒരുപക്ഷെ ഈ വാതിൽ കതകൊക്കെ തുറന്നു കൊടുത്തിട്ടായിരിക്കുമോ ഈ പ്രതി അകത്ത് കയറിയത് എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ സെയ്ഫ് പറയുന്നുണ്ട്, ഞാൻ ഈ പ്രതിയെ പിടികൂടുകയും ഈ പിടികൂടിയ സമയത്ത് ഇയാൾ സൈഡിലും കഴുത്തിലൊക്കെ ആയിട്ട് കുത്തി, അതിനുശേഷം ഒരു മുറിയിൽ ഇദ്ദേഹത്തെ പൂട്ടിയിട്ടു എന്ന് പറയുന്നുണ്ട്. ഈ പൂട്ടിയിട്ട പ്രതി പിന്നെ എങ്ങനെ പുറത്ത് ചാടി? അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ആ വീട്ടിൽ ഏലിയാമ്മ ഉണ്ടായിട്ടുണ്ടാകാം, കരീനയും ഉണ്ടായിട്ടുണ്ടാവാം. ഇവരുടെ സഹായത്താലാകുമോ ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങിയത്? ഇവരായിരിക്കുമോ ഈ പ്രതിയെ പുറത്തേക്ക് വിട്ടത്? തുടങ്ങിയ വലിയൊരു ചോദ്യം, വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം പോലീസിന് നൽകിയ മൊഴിയിൽ കൃത്യമായിട്ട് സെയ്ഫ് ഈ കാര്യം പറയുന്നുണ്ട്. കുത്തിയ പ്രതിയെ ഞാൻ ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്ന്. പൂട്ടിയിട്ട പ്രതി എങ്ങനെ പുറത്തിറങ്ങി? ഇപ്പോൾ ഗൗതം ചോദിക്കുന്നത് ഒരു സംശയം തന്നെയാണ്. പക്ഷെ ആ വീട്ടിൽ ഏലിയാമ്മ മാത്രമല്ല, കരീന കപൂറും ഉണ്ടായിരുന്നു, മാനേജർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെയ്ഫിൻ്റെ മാനേജർ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞത്, നിങ്ങൾ 3 മണിക്കകത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പോലീസിനോട് പറയണം എന്ന് പറഞ്ഞ് തിട്ടം കെട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? ഇവരൊക്കെ കൂടി ചേർന്ന് കളിച്ച ഒരു നാടകമാണ്. ഇനി ഈ പ്രതി മുഹമ്മദ് ഷെരീഫ് ഇസ്ലാമിൻ്റെതല്ല വിരലടയാളം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹം പ്രതിയാണ് എന്ന് പറയുന്നത്? അയാളാണ് പ്രതി എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 19 വിരലടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെതല്ലെങ്കിൽ ഇയാൾ എന്താ ആകാശത്തൂടെ പറന്ന് കയറി കുത്തിയിട്ട് അതുപോലെ പറന്ന് തിരിച്ചിറങ്ങിയോ? പക്ഷേ ഇയാൾ കുത്താൻ ഉപയോഗിച്ച കത്തിയും രണ്ടും തമ്മിൽ നല്ല സാമ്യതയുണ്ട്. അതേ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ച
കത്തി എന്ന് പറയുന്നത് അതേ സേഫിനെ കുത്തി അതേ കത്തി അപ്പൊ പിന്നെ ഈ വിരലടയാളം എവിടെയാ? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിരലടയാളം ഇയാളുടേതല്ല, CCTV-യിൽ പതിയുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ അല്ലെങ്കിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ ഏത് രീതിയിലാണ് ട്രേസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിഴലിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മാനേജർ സംവിധാനങ്ങളുള്ള ബാന്ദ്ര പോലുള്ള അത്രയും വലിയൊരു സ്ഥലത്ത് എന്തിന് ഓട്ടോ പിടിച്ചിട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് വലിയ വലിയ ഒരു ചോദ്യമാണ്. ഒരു ചെറിയ ഇപ്പം ഈ ഒരു നഗരത്തിൽ പോലും വെറുതെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഊബർ കിട്ടും, കാറിൽ സുഖമായിട്ട് പോകാം. അതൊന്നുമില്ലാതെ ഇത്രയും എന്താണ് ആളുകളുടെ പിന്തുണയും സപ്പോർട്ടും അത്രയും അനുയായികളുള്ള ഒരു സേഫിന് ഓട്ടോയിൽ പോകേണ്ടി വരിക എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു നാടകത്തിൻ്റെ വലിയൊരു സൂചന തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. അതിലൂടെ തന്നെ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിഴലിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഉയർന്നിരുന്ന ഒരു സംശയം, എങ്ങനെ ഇത്രയും ഈ സൈഡിൽ ഇത്രയും കുത്തേറ്റ സേഫ് എങ്ങനെ ആരോഗ്യവാനായി ഹോസ്പിറ്റലിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടന്നു വരുന്നു, തുള്ളിച്ചാടി നടന്നു വരുന്നു, അങ്ങനെ ഒരാൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഇയാൾ ഈ കുത്തേറ്റ സമയത്തും ഓട്ടോയിൽ കയറിയത് നടന്നിട്ട് തന്നെയാണ് ഓട്ടോ കയറിപ്പോയത്. അതെ, സിനിമാ നടനല്ലേ, അഭിനയിക്കാൻ ജീവിതത്തിലും അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. സിനിമയിലൊക്കെ കുത്ത് കിട്ടിയാൽ പിന്നെ ഇങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് ഓടുന്നതും കാമുകിമാരെ ഭാര്യമാരെയൊക്കെ രക്ഷിക്കാൻ ഓടുന്നതൊക്കെ നമ്മൾ അതുപോലെ ജീവിതത്തിലും അദ്ദേഹം അത്രയും മാസമായിരിക്കാം, അറിയില്ല. എന്തായാലും 6 കുത്തുകൾ, ആഴത്തിലുള്ള 6 കുത്തുകൾ, പിന്നെ ഈ എന്താ പറയുക, ഈ കത്തിയുടെ ഒരു അഗ്രഭാഗം ഒടിഞ്ഞ് വയറിൻ്റെ അകത്തിരുന്നു എന്ന് പറയുന്നു. 6 കുത്തെന്ന് സേഫ് പറയുന്നു, 5 കുത്തെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ 5 കുത്തെന്ന് പറയുന്നു. 10 സെന്റിമീറ്റർ വരെയുള്ള ആഴത്തിലുള്ള മുറിവാണ് ഇദ്ദേഹത്തിന് ഏറ്റത് എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ മനുഷ്യൻ 1 മാസത്തോളം കിടന്ന കിടപ്പിൽ നട്ടെല്ല് പോലും അനങ്ങാൻ കഴിയാത്ത ആ രീതിയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ സെയ്ഫ് അലി ഖാൻ ഏറ്റ കുത്ത് എന്ന് പറയുന്നത്. എന്നിട്ടും സേഫ് ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ഒരു അമാനുഷിക മനുഷ്യനായിരിക്കണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പവർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുത്ത് വെറും നാടകമാണ്. അദ്ദേഹം മറ്റെന്തോ കാര്യം ചെയ്യാനായി ഈ നടത്തുന്ന ഈ ചില ആളുകൾ പണ്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു വലിയ അഴിമതി നടത്തുന്നതിന് മുൻപേ ഒരു ചെറിയ പ്രശ്നത്തെ ഊതി വലുതാക്കി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. അതിൻ്റെ അടിയിൽ കൂടെ ഈ അഴിമതിയുടെ കച്ചവടവും കോൺട്രാക്റ്റും ഡീലും ഒക്കെ നടക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ചെറിയ പ്രശ്നം ഊതി വലുതാക്കിയ ഈ പ്രതിഷേധത്തിലായിരിക്കും. മാധ്യമങ്ങളുടെയും ആളുകളുടെയും എല്ലാ ശ്രദ്ധയും ഇവിടെ ആയിരിക്കും. ഇതിനകത്തുകൂടി ഈ അഴിമതിയുടെ ഡീല് കൃത്യമായി നടന്നു പോകും. ഇത് എല്ലാ ഭരണകൂടവും ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യമാണെന്ന് എപ്പോഴും പറയും. അതുപോലെ ഈ എന്തോ ഒരു ചെറിയ കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ സേഫിനെ ആര് കുത്തി, എന്തിന് കുത്തി, എന്തോ ആണ് ഇതിൻ്റെ ദുരൂഹത, ഇങ്ങനെ നമ്മൾ സംശയിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. അത് മറയ്ക്കാനുള്ള ഒരു ചെറിയ എന്താ പറയുക ഐഡിയ മാത്രമാണ് ഈ കുത്ത് എന്നുള്ളത്. പക്ഷെ സേഫിന് പറ്റിപ്പോയത്, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, ശിവസേന അല്ല. ശിവസേനയാണെങ്കിലും സേഫിന് രക്ഷയില്ല, കാരണം തീവ്ര ഹിന്ദുത്വമാണ് അവർക്ക്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP സർക്കാരാണ്. BJP സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കും എന്ന് പറയുമ്പോൾ സേഫ് കാണിച്ച നാടകത്തിൻ്റെ വശങ്ങൾ എന്തിൻ്റെ ഇതിലാണ് സേഫ് കാണിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ BJP-നെ ഹോഷ് മഹൽ MLA രാജാ സിംഗ് പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം 1991 സേഫ് അമൃത സിംഗിനെ വിവാഹം കഴിച്ചു, തുടർന്ന് ഇറ്റലിയിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, തുടർന്ന് മകളുടെ പ്രായമുള്ള കരീനയെ കല്യാണം കഴിച്ചു. അതായത് ഒരു ലവ് ജിഹാദാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് കരീന കപൂറിനെ വിവാഹം കഴിച്ച് മൊത്തത്തിലൊരു ലവ് ജിഹാദ് എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ BJP-യുടെ MLA-മാർ ഉന്നയിക്കട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മാധ്യമപ്രവർത്തകരായ നമ്മളുടെ സംശയം, എന്തിന് കള്ളം പറഞ്ഞു? ഈ കുത്ത് യഥാർത്ഥത്തിൽ കിട്ടിയതാണെങ്കിൽ ഒരിക്കലും സെയ്ഫ് അലി ഖാൻ ഇത്രയും ആരോഗ്യവാനായി ഇങ്ങനെ അദ്ദേഹത്തിന് ഫ്ലാറ്റിൻ്റെ സ്റ്റെപ്പുകൾ കയറിപ്പോകാൻ കഴിയില്ല. അപ്പോൾ എന്തിനാണ് ഈ 19 വിരലടയാളങ്ങൾ ഇദ്ദേഹത്തിൻ്റെ? ഏലിയാമ്മയും കരീന കപൂറും കളിച്ച നാടകമാണോ സേഫിനെ ഒന്നോടെ തീർക്കാൻ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏലിയാമ്മ ഉടൻ പിടിയിലാകുമോ, അറസ്റ്റിലാകുമോ എന്നുള്ള കാര്യം അറിയാനുണ്ട്. കാരണം ഈ പ്രതി എങ്ങനെ അകത്ത് കയറി? തീർച്ചയായിട്ടും.